പാട്ട് അടിപൊളിയാണ്. ഒന്നും നോക്കല്ല. ലാലേട്ടൻ തരംഗ. ലാലേട്ടനെ കഴിച്ചൊക്കെ ഇനി ഒന്നുമില്ല. വൃത്തിയോട്ടം ചെയ്ത് ലാലേട്ടൻ കലക്കി. അത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത്. ലൂസിഫറിനെക്കാളൊക്കെ ഒരുപാട് അടിപൊളി. സ്വർഗം നരകം. ഫുള്ള് ഇംഗ്ലീഷ് പടം പോലെ അതാണല്ലോ പടം വെറൈറ്റി അല്ലേ. പടം വെറൈറ്റിയാ. കേരളത്തിൽ ഇതുവരെ കാണാത്ത പടമാണ്. ഉറപ്പല്ലേ. എന്ത് ചോദിക്കാനാ. കണ്ട് ആൾക്കാരുടെ മനസ്സിലങ്ങ് നിറയാ സാധനം. ഇനിയും കാണാൻ വരും ഉറപ്പായിട്ടു. എന്ത് ചോദിക്കാനാ. ഇതെത്ര കാലം ഉണ്ടാവും തന്നെ പറയാൻ പറ്റൂല. ഈ പടം ഇനി എത്ര നാൾ ഓടും തന്നെ. അത്ര അങ്ങ് ലൈഫ് നിൽക്കും. ഇത് അടിപൊളിയാണ്. സന്തോഷമായി. അടിപൊളി. ഇതാ ലാലേട്ടെ. ലാലേട്ടൻ നെഞ്ഞിട്ടാ. ലാലേട്ടെ ഇതാ ലാലേട്ടെ. അടിപൊളിയാട്ടാ. ഒന്നും പറയാനില്ല. ഇനി ആരോടൊന്നും പറയാനില്ല. അത്രയ്ക്കും കിട്ടുന്നത്. ലൂസിഫറിനെക്കാളും മുകളിലാ? അതിന് മുകളില. ഒന്നും പറയില്ല. എൽത്രിക്ക് വെയിറ്റ് ചെയ്യാൻ. ആ സസ്പെൻസ് ഉണ്ട്. ലാസ്റ്റ് എല്ലാ സസ്പെൻസും ഉണ്ട്. അടുത്തതിൽ പ്രണവ് മോഹൻലാൽ ഉണ്ടെന്ന് അറിയില്ല. കണ്ടന്നെ പറയണം. നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എത്രയോ ആൾക്കാർ കാണാണ്ട് ഒരു കാണട്ടെ. അടിപൊളി പടം. പിന്നെ തേർഡിന് വെയിറ്റിംഗ്. L3 കാണാൻ വെയിറ്റിംഗ്. മോനെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് പടം? മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാവില്ല. ഫുൾ ഇംഗ്ലീഷ് ഐറ്റംസ് ആ പടം. നല്ല അടിപൊളി പടം. നല്ല ഇംഗ്ലീഷ് സ്റ്റൈലുണ്ട്. ഗംഭീരം. സൂപ്പർ. പൊളിച്ചു. അടിപൊളി. അടിപൊളി. സൗണ്ടൊക്കെ പോയി. ഒന്നുമില്ല. പിന്നെ അതിലും വലുത്. പ്രതീക്ഷപ്പുറ. ചെറുത്. ഇത് വലുത്. പൃഥ്വിരാജ് പറഞ്ഞ ചെറിയ പടമാണ്. അപ്പൊ ഇനി വലുത് എങ്ങനെയായിരിക്കും? അത് L3 വരും. അതില് വലുതുണ്ടാവും. ഒന്നും പറയല്ല. എന്താ പറയല്ല. ലാലേട്ടൻ താമർത്തു. ഇതാണ് പടം. ഹോളിവുഡ് സിനിമ. ഹോളിവുഡ് കത്തി കയറുക. ഹോളിവുഡ് മോളിവുഡല്ല ബോളിവുഡല്ല ഹോളിവുഡല്ല അതിനെക്കാട്ടും മേലെ. പൊളി പടം. അടിപൊളി പടം. അടിപൊളി ഇന്റർനാഷണൽ സ്റ്റൈൽ. ബോളിവുഡ് ഒരു കൂടി മിക്സഡ് ആയിട്ട് ഒരു ഇന്ത്യയിൽ ഞങ്ങൾ കണ്ടതിന് ഒരു നല്ലൊരു പടം പറയാണ് ഇപ്പൊ മലയാളത്തിൽ. ഒരു ചോദിക്കാനുണ്ടോ? ഓരോ ഫ്രെയിമും തുടങ്ങിയിട്ടുള്ളൂ. മേക്കിംഗ് കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയാക്കിയിട്ടാണ് പടം എടുത്തു വെച്ചിട്ടുള്ളത്. ലാലേട്ടൻ തിരിച്ചു വരാമെന്ന് തന്നെ പറയാം. വിഷയം ഇടുക്കാച്ചി പടം. മാസം പടം. സൂപ്പർ പടം. ആഫ്റ്റർ വരെ തകർത്തു. മോഹൻലാലിൽ പക്ഷെ കുറച്ചുള്ളെങ്കിലും ആ സമയം വരെ ഒരു ജെയിംസ് ബോണ്ട് ഒരു ഇംഗ്ലീഷ് സിനിമ ആര്യാണ് ആഫ്റ്റർ വരെ. പിന്നീട് മോഹൻലാൽ ഫുള്ള് ഇംഗ്ലീഷ് മോഡൽ പടമാണ്. ഫസ്റ്റ് ഹാഫ് ഹോളിവുഡ് തന്നെ. ഒന്നും പറയാനില്ല. അത്രയും സൂപ്പർ പടം. ലൂസിഫറുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ലായിരിക്കും അല്ലേ? ഇല്ല. വേറെ തന്നെ സ്റ്റൈലി പടം. ഭയങ്കര ഹോളിവുഡ് ടച്ചുള്ള പടം. ഫസ്റ്റ് ഹാഫ് അടിപൊളി പടം. ഉഗ്രം പടം. നന്നായിട്ടുണ്ട്. അല്ല ലൂസിഫറിന് ശേഷം നല്ല പടമാണ്. ലൂസിഫറിന് നല്ല അഭിപ്രായം. ഹോളിവുഡ് ലെവൽ മേക്കിംഗ് കേട്ടോ. ഹോളിവുഡ് ലെവൽ മേക്കിംഗ്. ലൂസിഫറിനെക്കാട്ടി വേറെ ലെവലാണ് വരുന്നത്. വേറെ ലെവൽ. അതായത് ഹോളിവുഡ് ലെവലും മേക്കിംഗ് ആണ്. മൂന്നിലേക്ക് ചില സൂചനകൾ 3 സൂചനകളുണ്ട്. ത്രില്ലിംഗ് ആണ്. ക്ലൈമാക്സ് ആണ്. നിങ്ങൾ കാണുക തന്നെ വേണം. അല്ല നമ്മൾ റിവീൽ ചെയ്യാൻ പറ്റും. അടിപൊളിയായിരുന്നു. എന്തായാലും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത കുറെ സസ്പെൻസും കാര്യങ്ങളും ഉണ്ട്. എന്തായാലും കാണണം. അടിപൊളിയാണ്. ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഇല്ല. യെസ്. മേക്കിംഗ് എല്ലാരും പറഞ്ഞ ഹോളിവുഡ് സ്റ്റൈലാണ്. ഹോളിവുഡ് സ്റ്റൈലാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ഹൈപ്പൊക്കെ ആയപ്പോ വിചാരിച്ച് എങ്ങനെ ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷനിലായിരുന്നു. പക്ഷെ കണ്ടിറങ്ങിയപ്പം കിഡില്. ഹൈപ്പിനുള്ളതുണ്ട്. യെസ് ഉണ്ട്. ഹൈപ്പിലുള്ളതിനേക്കാൾ കൂടുതലുണ്ട്. ഈ ഒരു അതുക്കും മേലെ ഈ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാത്തുന്നത്. മോഹൻലാലിന്റെ L3 ഇതിനേക്കാൾ ഭീകരമായിരിക്കും. L3 ഇതിനേക്കാളും ഭീകരമായിരിക്കും. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അങ്ങനത്തെയാണ്. ഒരു രക്ഷയില്ല. പൃഥ്വിരാജ് ഒരു രക്ഷയില്ല. കിഡിലൻ. ലാലേട്ടൻ നമുക്കറിയാം. പക്ഷെ പൃഥ്വിരാജും അടിപൊളിയായിരുന്നു. ലൂസിഫറിനെക്കാളും കുറച്ചുകൂടെ പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ പറയില്ല. അതൊക്കെ കാണണം. പക്ഷെ അടിപൊളി. ഒരു രക്ഷയില്ല. ഓരോ സീനും എല്ലാം കിഡിലൻ. പടം അടിപൊളി പടമാണ്. ഇതൊരു ഇന്റർനാഷണൽ മൂവിയാണിത്. ഇത് നമ്മളൊരു സാധാ ഒരു മാസ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനമല്ല. ഒരു സ്ക്രിപ്റ്റ് വൈസ് ആയാലും ഡയറക്ഷൻ വൈസ് ആയാലും ഒരു ഇന്റർനാഷണൽ പെർഫെക്റ്റ് ബ്ലെൻഡിങ് സാധനം. അടിപൊളി മേക്കിംഗ്.
ലൂസിഫറുമായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല. അല്ല, ലൂസിഫർ ബേസിക്കലി കേരള ബേസിലാണ്. ഇത് ഇന്ത്യ ലോകത്തിലുള്ള പല സ്ഥലങ്ങളും വളരെ വിശാലമായിട്ട് ഇത് കാണിച്ചിട്ടുണ്ട്. കറക്റ്റ് സ്ക്രിപ്റ്റഡ് ആയിട്ടാ പോയത് സാധനം. നല്ല L3 ചില സൂചനകളും ഉണ്ട്. L3 കാണിക്കുന്നുണ്ട്. L3 ചൈന, ഇതിപ്പോ ഓൾറെഡി എന്താ പറയാ UK ആ ബേസിലാണ് ഇത് പോയത്. ഇനി വരുന്നത് ചൈനീസ് ആയിട്ടുള്ള കോംബോ ആയിട്ട് വരുന്നത്. അബ്രഹാം ഖുറേഷി ഇനി ഫൈറ്റ് ചെയ്യുന്നത് ചൈനീസുകാരോടാണ്. ഭയങ്കര പ്രതീക്ഷയാ. പ്രതീക്ഷ ആക്ടിങ്ങിലല്ല പറഞ്ഞത്, ഡയറക്ഷനില്, സ്ക്രിപ്റ്റില്, സ്ക്രീൻ പ്ലേയില് പെർഫെക്റ്റ്. മലയാളത്തിലെ ഏറ്റവും നല്ല സംവിധായകൻ ഒരു രക്ഷയില്ല. കാരണം ഒരു ഇന്റർനാഷണൽ സ്റ്റഫിലാണ് ഇത് പടം മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മള് ലൂസിഫറിൽ കണ്ടത് കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു മുഖമാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാല് വിവിധ രാജ്യങ്ങളില് വിവിധ സ്റ്റൈൽ, ഹോളിവുഡ് സ്റ്റൈൽ, ഒരു പക്ക മാസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര വലിയൊരു ഫ്രെയിമൊക്കെ വെച്ചിട്ടാണ് ഈ പടത്തിന്റെ ഡയറക്ഷൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് വേറെ ലെവലാണ്. ഭയങ്കര സംവിധാനം തന്നെയാണ്. ഒരു രക്ഷയില്ല. അടിപൊളി എന്താ പറയാ, അടിപൊളിയാ. ലൂസിഫറിന്റെ പാറ്റേണേ അല്ല അല്ലെ? ഞാൻ ഒന്നും പറയുന്നില്ല, അത് പറയുന്നത് ശരിയല്ല. വന്ന് കാണുന്ന എല്ലാരും. അടുത്തതിന്റെ ചില സീൻസും കാണിച്ചിട്ടുണ്ട് L3 അല്ലെ? അതും ത്രില്ലിംഗാ. ഞാനൊന്നും പറയില്ല. കൊള്ളാം. അതെ, റിവ്യൂ പറയുന്നില്ല. എല്ലാരും കാണട്ടെ. കൊള്ളാം, നന്നായിട്ടുണ്ട്. റിവ്യൂ പറയുന്നില്ല. എന്തായാലും എല്ലാരും കാണട്ടെ. അതെ, കുഴപ്പമില്ല. അല്ല, നല്ലൊരു പടമായിരുന്നു. നല്ല ഡയറക്ഷനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ലാലേട്ടന്റെ അഭിനയം പറഞ്ഞ സൂപ്പർ ആയിരുന്നു. പടം കഴിഞ്ഞിറങ്ങുന്ന എല്ലാരും പറഞ്ഞ ഹോളിവുഡ് സ്റ്റൈലാണ് പടം. ഓൾമോസ്റ്റ് അങ്ങനെയാണ്. നല്ല ഒരു അമേസിംഗ് ആയിരുന്നു. ചൈനയിലാണ് പരിപാടി എന്നാ കാണിക്കുന്നത്. ലൂസിഫർ 3. ആവേശം. അതെ, അടിപൊളി പടം. ലാലേട്ടൻ ഷോ തന്നെ ആ പോകുന്നതിന് മുന്നേ കണ്ടിരുന്നു. പിന്നെ അല്ലാതെ അടിപൊളി. എല്ലാരും പറഞ്ഞൊരു ഹോളിവുഡ് സിനിമ പോലെ. അതെ, ഹോളിവുഡ് മാതിരി തന്നെയാണ് പടം. അതെ, ഒരു നിരാശയില്ല. എന്ത് നിരാശ? L3 കാണിച്ചിട്ടുണ്ട്, സൂചനയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഫുൾ ഓൾ ഇൻ ഓൾ ലാലേട്ടൻ ഷോ അടിപൊളിയാണ്. ഒരു ഹോളിവുഡ് ലെവല് മേക്കിംഗ് ഒക്കെ. എന്തായാലും ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഹോളിവുഡ് ലെവലാണ്. സെക്കൻഡ് ഹാഫിലേക്കാണ് പിന്നെ കഥ, പിന്നെ കൺക്ലൂഷൻ. അടിപൊളി. ഫാൻസ് എല്ലാം സാറ്റിസ്ഫൈഡ്, എല്ലാരും സാറ്റിസ്ഫൈഡ് ആവും. നല്ല സിനിമയാണ്. പടം അടിപൊളിയായിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ലൈക് സ്പീച്ച്ലെസ്. അത്ര തന്നെ. സ്റ്റൈലാന്നാണ് എല്ലാരും. അങ്ങനെ ഇത് വേറെ തന്നെ ഒരു ജോണർ തന്നെ പറയാൻ പറ്റും. ലൈക് ഹോളിവുഡ് അങ്ങനെ ഇപ്പല്ലോ സിനിമ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അതാണ് നമുക്ക് കാണുന്ന സിനിമ. അതാണ് ഞാൻ പറഞ്ഞത്. ലൈക്ക് എനിക്ക് ഫീൽ ചെയ്തത് ഇത് ശരിക്കും പൃഥ്വിരാജ് അത് അത്രയ്ക്കും ഇതാണ് റിയൽ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത്. ഇതാണ് സംഭവം. ബിക്കോസ് എല്ലാ ആസ്പെക്ട്സും കൂടി ഒരുമിച്ച് വരുന്നതാണ് ഫിലിം മേക്കിംഗ്. ഇതിലെല്ലാ ഭാഗത്തിലും ലൈക്ക് 100% ചെയ്തിട്ടുണ്ടെന്നാണ്. അതെ, ലൈക്ക് അത് എന്തായാലും ഇപ്പൊ അതിൽ ഡിറക്ഷൻ ആയാലും പ്രൊഡക്ഷൻ ഡിസൈൻ ആയാലും മ്യൂസിക് ആയാലും കോസ്റ്റ്യൂം ഡിസൈനിങ് ആണെങ്കിലും എല്ലാത്തിലും എല്ലാ ടീമും അത്ര ഈക്വലി ആയിട്ട് അതില് അവരെ 101% ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് മോർ ദാൻ എനിത്തിങ് ദിസ് ഇസ് ലൈക്ക് എ പ്യുവർ ഒരു വിഷ്വൽ ട്രീറ്റ്. L3 ഇതിനേക്കാൾ വലുതാണെന്നുള്ള സൂചനകളാണ്. മൂന്നാം ഭാഗം ഇതിനേക്കാൾ വലുതായിരിക്കും എന്നൊരു സൂചനകളാണ്. അതെ, ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.